മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. കരിമ്പുഴയുടെ പാലങ്കര പാലത്തിന് സമീപമാണ് കാട്ടാന ഒഴുക്കിൽപ്പെട്ടത്. അരമണിക്കൂറോളം വെള്ളത്തിൽ കുടുങ്ങിയ ആന പിന്നീട് സ്വയം രക്ഷപ്പെട്ട് കാട്ടിലേക്ക് നീങ്ങി. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒഴുക്കിൽപ്പെട്ടു പോകുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങൾ. പിന്നീട് സ്വയം അത് രക്ഷപ്പെട്ട് കാട്ടിലേക്ക് പോയി എന്നാണ് അറിയുന്നത്. ആ ഒഴുക്കിൽ പെട്ടുപോകുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സമീർ ബിൻ കരീം ഉണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, ഇതെങ്ങനെയാണ് ഈ കരിമ്പുഴയുടെ പാലങ്കര പാലത്തിന് സമീപം ഈ കാട്ടാന ഒഴുക്കിൽപ്പെട്ടത്? ഈ പുഴ കടക്കാനെങ്ങാനും ശ്രമിക്കുന്നതിനിടയിലാണോ ഈ അപകടം ആനയ്ക്കുണ്ടായത്? പിന്നീട് ആന നീന്തി രക്ഷപ്പെട്ടു എന്നാണ് അറിയുന്നത്. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ 6 മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ കരിമ്പുഴയുടെ പാലങ്കര പാലത്തിന് സമീപമാണ് രാവിലെ 6 മണിയോടുകൂടി ഈ കാട്ടാന ഒഴുക്കിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ആനക്ക് ഈ പുഴ മറികടക്കാൻ അല്ലെങ്കിൽ മുറിച്ചു കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് അരമണിക്കൂറോളം ആന ഈ ഒഴുക്കിൽപ്പെടുകയും പിന്നീട് ഈ പുഴയുടെ ഒരു ഭാഗത്ത് തന്നെ കയറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. അതിന് പിന്നാലെ 6:30 കൂടി ഈ ആന സ്വയം തന്നെ രക്ഷപ്പെട്ട് ഈ പുഴ മറികടന്ന് വനത്തിലേക്ക് പോകുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും ദൃക്സാക്ഷികളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഈ പുഴയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ പുഴ നീന്തി കടന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഉൾവനമാണ്. ഈ ഉൾവനത്തിൽ നിന്നും രാത്രിയിലൊക്കെ തന്നെ ഈ കാട്ടാന ഇത്തരത്തിൽ പുഴ മുറിച്ച് കടന്ന് ജനവാസ മേഖലയിലേക്ക് എത്തി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുക. ഒപ്പം തന്നെ ഇവ ഇര തേടി എത്തുന്നത് പതിവാണ്. അങ്ങനെ ഇര തേടി എത്തിയതിനു ശേഷം രാവിലെ അല്ലെങ്കിൽ പുലർച്ചയോട് കൂടി മടങ്ങി പോകുമ്പോഴായിരിക്കാം ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ നിഗമനം. ഏതായാലും ഈ ആന സ്വയം തന്നെ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഈ ഉൾവനത്തിനുള്ളിൽ ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും പുഴയിൽ വലിയ രീതിയിൽ ജലം ഒഴുകുകയും ചെയ്യും. ഇങ്ങനെ ഈ ആന ഒരു പക്ഷേ പുഴയിലേക്ക് ഇറങ്ങിയതിനു ശേഷമായിരിക്കാം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒഴുക്കുണ്ടാവുകയും വെള്ളത്തിന്റെ തോത് ഉയർന്നത് എന്നുള്ളതുമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഒക്കെ തന്നെ നിഗമനം. ഏതായാലും നിലവിൽ ആന ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ മൂത്തേടൊപ്പം തന്നെ ഈ കരുളായി പഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള കാട്ടാനശല്യം രൂക്ഷമാണ്. പ്രദേശത്തെ കർഷകരുടെ കൃഷിയെല്ലാം തന്നെ ആന നശിപ്പിക്കുന്നതും നിത്യസംഭവമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നിലവിൽ മലപ്പുറത്തിന്റെ മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സംഭവം മാറ്റി നിർത്തിയാൽ മറ്റുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.